ഹലോ എവരി വൺ, വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറക്റ്റിംഗ് ഇന്ത്യാസ് ഇംഗ്ലീഷ് എന്ന ചാപ്റ്ററാണ്. ഇത് ശശി തരൂരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആൻഡ് ഇൻ ദിസ് ഇൻ്റർവ്യൂ ഹി ടോക്സ് അബൌട്ട് കോമൺ ഇംഗ്ലീഷ് മിസ്റ്റേക്സ്. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ശശി തരൂർ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ വരുത്താറുള്ള മിസ്റ്റേക്സുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. സോ അദ്ദേഹം ഈ ഒരു ഇൻ്റർവ്യൂവിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ചില മിസ്റ്റേക്സുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് അദ്ദേഹം പറയുന്നത് പ്രസൻ്റ്ലി എന്ന വേർഡിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പ്രസൻ്റ്ലി. നമ്മളോട് ഈ പ്രസൻ്റ്ലിയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നൗ അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറയും. പക്ഷേ ശശി തരൂർ പറയുന്നു അത് തെറ്റാണെന്ന്. ശരിക്കും പ്രസൻ്റ്ലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് സൂൺ അല്ലെങ്കിൽ പെട്ടെന്നെന്നാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രസൻ്റ്ലി എന്നുള്ള വേർഡിന് നമ്മൾ ഉപയോഗിക്കുന്നത് നൗ എന്ന മീനിങ് ആണ്. പക്ഷേ അത് തെറ്റാണ്. ശരിക്കും പ്രസൻ്റ്ലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് സൂൺ എന്നാണ്. ഇനി രണ്ടാമത്തെ വേർഡ് മൊമെൻ്റർലി. മൊമെൻ്റർലി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എ മൊമെൻറ്റ് എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ശരിക്കും മൊമെൻ്റർലി എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഫോർ എ മൊമെൻറ്റ് എന്നാണ്. സോ ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ എ മൊമെൻറ്റ് ആൻഡ് ഫോർ എ മൊമെൻറ്റ്? ഇൻ എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാണ് അർത്ഥം വരുന്നത്. ഐ വിൽ ബി ദർ ഇൻ എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അവിടെ എത്തും എന്നാണ്. സോ ഇൻ എ മൊമെൻറ്റിൻ്റെ അർത്ഥം ഉടനെ, അങ്ങനെ ഒരു മീനിങ് ആണ് വരുന്നത്. പക്ഷേ ഫോർ എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പസമയത്തേക്ക്. അത് കാണിക്കുന്ന എന്താണ്? ഫോർ എ ഷോർട്ട് മൊമെൻറ്റ്, കുറച്ച് നേരത്തേന്, അല്പസമയത്തേന് എന്നുള്ളൊരു മീനിങ് ആണ് ഫോർ എ മൊമെൻറ്റിന് വരുന്നത്. ഐ വാസ് സ്കെയർഡ് ഫോർ എ മൊമെൻറ്റ്, ഞാൻ കുറച്ച് നേരത്തേനൊന്ന് പേടിച്ചു. സോ ഇൻ എ മൊമെൻറ്റ് എന്താണ്, ഫോർ എ മൊമെൻറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മൊമെൻ്റർലി എന്നുള്ള വേർഡിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എ മൊമെൻറ്റ് അല്ലെങ്കിൽ ഉടനെ എന്നാണ്. പക്ഷേ മൊമെൻ്റർലി എന്നുള്ള വേർഡിൻ്റെ ശരിക്കും അല്ലെങ്കിൽ ഒറിജിനൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോർ എ മൊമെൻറ്റ്, അല്പനേരത്തേന് എന്നാണ്. ഇനി തേർഡ് വേർഡ് ഇമ്പോർട്ടൻ്റ്ലി. നമ്മളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഇമ്പോർട്ടൻ്റ്ലി എന്നുള്ളത്. പക്ഷേ ശശി തരൂർ പറയുവാണ് ഇമ്പോർട്ടൻ്റ്ലി എന്നുള്ള വേർഡ് തെറ്റാണ്. എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത്? അവസാനത്തെ ആ ഒരു ലി. ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതിൽ എന്താണ്? അതിൻ്റെ കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. അതിൻ്റെ അവസാനത്തെ ആ ഒരു ലീയുടെ ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ്ലി എന്ന് നമ്മൾ പറയേണ്ട, ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ടത്. സോ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു കംപ്ലീറ്റ് മീനിങ് ആയി. ഇമ്പോർട്ടൻ്റ്ലി എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്ത വേർഡ് റിവേർട്ട്. സോ റിവേർട്ട് എന്നുള്ള വേർഡിന് കുറേ പേര് എന്ത് മീനിങ് ആണ് കൊടുക്കുന്നത്? ഐ വിൽ റിവേർട്ട് ടു യു എന്ന് വെച്ചാൽ ഐ വിൽ റിപ്ലൈ ടു യു, ഞാൻ നിനക്ക് റിപ്ലൈ ഉടനെ തരാം എന്നൊരു മീനിങ് ആണ് റിവേർട്ട് എന്നുകൊണ്ട് ചില ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് തെറ്റാണ്. ശരിക്കും റിവേർട്ട് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? ടു ഗോ ബാക്ക് ടു എ പ്രീവിയസ് സ്റ്റേറ്റ്, അതായത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് റിവേർട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ്. ഐസ് റിവേർട്ട്സ് ടു വാട്ടർ വെൻ ഇറ്റ് മെൽറ്റ്സ്, അല്ലേ? ഐസിനെ നമുക്ക് മെൽറ്റ് ചെയ്ത വാട്ടർ ആക്കാം, ആ വാട്ടറിനെ ഫ്രീസ് ചെയ്താൽ ഐസ് ആക്കാം, അല്ലേ? അപ്പം പഴയ അവസ്ഥയിലേക്ക് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളൊരു മീനിങ് ആണ് റിവേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ റിപ്ലൈ എന്നുള്ളൊരു മീനിങ് അല്ല റിവേർട്ടിനുള്ളത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വേർഡാണ് ഇൻറ്റിമേറ്റ്. സോ പണ്ട് ഇൻറ്റിമേറ്റ് എന്നുള്ള വേർഡിന് ഇൻഫോം എന്നുള്ളൊരു മീനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലൊക്കെ പണ്ട് ഇൻറ്റിമേറ്റ് എന്നുള്ള വേർഡിന് ഇൻഫോം എന്നൊരു മീനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെന്താണ്? ആ വേർഡിൻ്റെ മീനിങ് മാറി. ഇപ്പോൾ എന്താണ്? വളരെ ക്ലോസ് ആയിട്ടുള്ള, വെരി ക്ലോസ് എന്നുള്ളൊരു മീനിങ് ആണ് ഇൻറ്റിമേറ്റ് എന്നുകൊണ്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ട് വേർഡ്സ്, കൺഫ്യൂഷൻ ബിറ്റ്വീൻ റെറ്റിസെൻറ്റ് ആൻഡ് റിലക്റ്റൻറ്റ്. രണ്ട് വേർഡ്സാണ് റെറ്റിസെൻറ്റും റിലക്റ്റൻറ്റും. സോ അത് ഇപ്പോൾ ആൾക്കാർ എന്താണ് ശരിക്കും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിലല്ല ഉപയോഗിക്കുന്നത്. റെറ്റിസെൻറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ടടുത്ത് റിലക്റ്റൻറ്റും, റിലക്റ്റൻ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ടടുത്ത് റെറ്റിസെൻറ്റും ഉപയോഗിക്കാറുണ്ട്. ഇനി ആ രണ്ട് വേർഡിൻ്റെ മീനിങ്സ് എന്താണെന്ന് പറഞ്ഞു വരുവാണ്. റെറ്റിസെൻറ്റ് മീൻസ് ക്വയറ്റ്, നോട്ട് വില്ലിംഗ് ടു സ്പീക്ക്, റിലേറ്റഡ് ഓൺലി ടു സ്പീക്കിംഗ്. റെറ്റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർ. ഒരുപാട് സംസാരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ സംസാരിക്കാനായിട്ട് മടിയുള്ള ആൾക്കാരെയാണ് റെറ്റിസെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി വാസ് റെറ്റിസെൻറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. അവൻ എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഹി ഡിഡ് നോട്ട് വാണ്ട് ടു സ്പീക്ക് എന്നുള്ളൊരു മീനിങ് ആണ് റെറ്റിസെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കാനായിട്ട് മടിയുള്ള, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതാണ് റെറ്റിസെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് വില്ലിംഗ് ടു ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യാനായിട്ട് മടിയുള്ള ആൾക്കാർ.
ഹി വാസ് റിലക്റ്റൻ ടു ടേക്ക് 10 സ്റ്റെപ്സ് ഫോർവേഡ്. അവന് 10 അടി മുന്നോട്ട് നടക്കാൻ പോലും മടിയാണ് നമ്മൾ പറയില്ലേ. സോ ഒരു എന്ത് ചെയ്യാൻ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ മടിച്ച് നിൽക്കുക, ആ ഒരു മീനിങ്, മടി എന്നുള്ളൊരു മീനിങ് ആണ് റിലക്റ്റൻറ്റിന് വരുന്നത്. സോ രണ്ടും മനസ്സിലായി വെച്ചിരിക്കുന്നത്. റെറ്റിസെൻ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർ, റിലക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും ഇങ്ങനെ മടിച്ച് നിൽക്കുക. അതാണ് ആ രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ചില വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷനിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രൊനൗൺസിയേഷൻ എന്നുള്ള വേർഡാണ്. പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് എങ്ങനെയാണ്? PRONUNCIATION. ചിലരത് പ്രൊനൗൺസിയേഷൻ എന്ന് പറയാറുണ്ട്. പ്രൊനൗൺസിയേഷൻ അല്ല, പ്രൊനൗൺസിയേഷനാണ്. നൗൺ എന്ന് പറയേണ്ട ആവശ്യമില്ല, നൺ എന്ന് പറഞ്ഞാൽ മതി. പ്രൊനൗൺസിയേഷൻ അല്ല, പ്രൊനൗൺസിയേഷൻ. ഇനി നെക്സ്റ്റ് വേർഡാണ് ആസ്മ. ASTHMA ആണ് ആസ്മയുടെ സ്പെല്ലിങ്. പക്ഷേ അത് വായിക്കുന്നത് എങ്ങനെയാണ്? ആസ്മ എന്നാണ് വായിക്കുന്നത്, അല്ലാതെ ആസ്തുമ എന്നല്ല. അവിടെ Tയും Hഉം സൈലൻ്റ് ആണ്. ആസ്മ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി EPITOME നമ്മൾ എപ്പിറ്റോം എന്നൊക്കെയാണ് വായിക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? എപ്പിറ്റമി എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇനി HYPERBOLE, ഇത് ഹൈപ്പർബോളെ എന്നൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ശരിക്കും അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഹൈപ്പർബലി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് PLUMBER. സാധാരണ നമ്മൾ പ്ലംബർ എന്നാണ് പറയുന്നത് അല്ലേ? ശരിക്കും ആ ഒരു സൗണ്ട് അവിടെ ഇല്ല. പ്ലംബർ എന്ന് പറഞ്ഞാൽ മതി, പ്ലംബർ എന്നല്ല, പ്ലമർ എന്ന് പറഞ്ഞാൽ മതി. അതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അവിടെ B സൈലൻ്റ് ആണ്, പ്ലമർ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അദ്ദേഹം പറയുന്നത് VW കൺഫ്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സൗണ്ട് പറയുമ്പോൾ എന്നാണ് പറയുന്നത് കേട്ടോ. വിക്കും ഡബ്ല്യൂക്കും സൗണ്ടാണ് വരുന്നത്. സോ നമ്മൾക്ക് സംസാരിക്കുമ്പോൾ വിക്കും ഡബ്ല്യൂനും പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടിനും സൗണ്ടാണ് വരുന്നത് അല്ലേ? വെയിറ്റ്, WAIT, വെയിറ്റ്, VAN വാൻ അല്ലേ? രണ്ടിനും സൗണ്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ വിയും ഡബ്ല്യൂയും ഒരുപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിലും ആ രണ്ട് സൗണ്ടാണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. സോ ഇതിനകത്ത് ഒരു ട്രിക്ക് പറയുവാണ്. അതായത് വിയും ഡബ്ല്യൂയും പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ആ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്കിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് ബൈറ്റ് യുവർ വീസ് ആൻഡ് കിസ് യുവർ ഡബ്ല്യൂസ് എന്ന് പറയുന്നുണ്ട്. അതായത് സൗണ്ട് വി കൂട്ടിയുള്ള വേർഡ്സ് തുടങ്ങുമ്പം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അപ്പർ ടീത്ത് ലോവർ ലിപ്പിൽ ടച്ച് ചെയ്യും. അതായത് വാൻ എന്ന് പറഞ്ഞു നോക്കുക, VAN വാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അപ്പർ ടീത്ത് ലോവർ ലിപ്പിൽ അല്ലേ, നമ്മുടെ മുകളിലത്തെ പല്ല് താഴത്തെ ചുണ്ടിൽ തട്ടുന്നുണ്ടല്ലോ വാൻ എന്ന് പറയുമ്പോൾ. സോ അതാണ് ബൈറ്റ് യുവർ വി എന്ന് പറയുന്നത്. വി കൂട്ടി തുടങ്ങുന്ന വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പം അങ്ങനെയായിരിക്കും നമ്മുടെ ഇത് പോകുന്നത്. ഇനി കിസ് യുവർ ഡബ്ല്യൂസ് എന്ന് പറഞ്ഞാൽ W കൂട്ടി തുടങ്ങുന്ന വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലിപ്പ് എന്താണ്, റൗണ്ട് ഷേപ്പിലാവും. വെൽ എന്നൊന്ന് പറഞ്ഞു നോക്കുക. വെൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലിപ്പ് ഒരു ചെറിയ റൗണ്ട് ഷേപ്പിലാവുന്നുണ്ട് അല്ലേ? വെൽ എന്ന് പറയുമ്പോഴത്തേനും. സോ അതാണ് ഈ ബൈറ്റ് യുവർ വീസ് ആൻഡ് കിസ് യുവർ ഡബ്ല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് വിയും ഡബ്ല്യൂയും ഒരുപോലെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിലും അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. വി കൂട്ടിയുള്ള വാക്കുകൾ തുടങ്ങുമ്പോഴും W കൂട്ടിയുള്ള വാക്കുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോഴും രണ്ട് രീതിയിലാണ് നമ്മളത് സംസാരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് ജോർജ് ഓർവെൽ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ് 1984 എന്നുള്ളത്. സോ ആ ഒരു നോവലിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കുറിച്ചാണ് ശശി തരൂർ ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് ലാംഗ്വേജ് എന്നുള്ളത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണെന്നാണ് ജോർജ് ഓർവെൽ പറയുന്നത്. ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ആൾക്കാരുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്ത് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പം ഇവിടെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം
ഈ നാട്ടിൽ എന്തെങ്കിലും ക്രൂരമായിട്ടുള്ളൊരു കാര്യം നടന്നു, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ആൾക്കാർ കേട്ടാൽ പ്രതികരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ഡയറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് പറയാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു ക്രൂരമായിട്ടുള്ളൊരു കാര്യം ഡയറക്റ്റായിട്ട് അവരോട് പറഞ്ഞാൽ അവർ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനോട് വെറുപ്പും ദേഷ്യമൊക്കെ തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാംഗ്വേജ്, എങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ അവരോട് സംസാരിച്ചാൽ, ലൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ആ ഒരു കാര്യം അവരിലേക്ക് അവതരിപ്പിച്ചാൽ ആ ഒരു തീവ്രത, ആ ഒരു മോശം കാര്യത്തിൻ്റെ തീവ്രത അത്രത്തോളം ആൾക്കാരിലേക്ക് എത്തില്ല. അതാണ് ഇവിടെ ലാംഗ്വേജിൻ്റെ, അല്ലെങ്കിൽ ലാംഗ്വേജിനെ ഹാർഷായിട്ടുള്ള റിയാലിറ്റീസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ഉണ്ട്, ഡബിൾ സ്പീക്ക്. ഡബിൾ സ്പീക്ക് എന്ന് പറഞ്ഞാൽ യൂസിങ് നൈസ് വേർഡ്സ് ടു ഹൈഡ് ഹാർഷ് റിയാലിറ്റീസ്. ഹാർഷായിട്ടുള്ള റിയാലിറ്റീസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള, നൈസ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ സ്പീക്ക് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബേണിംഗ് വില്ലേജസ് ആൻഡ് കില്ലിംഗ് പീപ്പിൾ. ബേണിംഗ് വില്ലേജസ് ആൻഡ് കില്ലിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ വില്ലേജസ് എല്ലാം കത്തി നശിപ്പിക്കുന്നു, ആൾക്കാരെല്ലാം കൊല്ലുന്നു. അപ്പം ഈ ഒരു കാര്യം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു, അതെന്താണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആൾക്കാർക്കെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. ആ ഒരു കാര്യത്തിൻ്റെ തീവ്രത നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ബേണിംഗ് വില്ലേജസ് ആൻഡ് കില്ലിംഗ് പീപ്പിൾ എന്നതിനുള്ള ഒരൊറ്റ വാക്കാണ് പസിഫിക്കേഷൻ. ബേണിംഗ് വില്ലേജസ് ആൻഡ് കില്ലിംഗ് പീപ്പിൾ എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഒറ്റ വാക്കി പറയുന്നതാണ് പസിഫിക്കേഷൻ എന്ന്. സോ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടോ അതിൻ്റെ ഒരു തീവ്രതയോ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ബേണിംഗ് വില്ലേജസ് ആൻഡ് കില്ലിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഹാർഷായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മളോട് അവതരിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള വേർഡ്സ്, ഈ പസിഫിക്കേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള വേർഡ്സാണ്, അത്തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു. അടുത്ത എക്സാമ്പിളാണ് കില്ലിംഗ് അവർ ഓൺ സോൾജിയേഴ്സ് ബൈ മിസ്റ്റേക്ക്. നമ്മളുടെ തന്നെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സോൾജിയറിനെ കൊല്ലുക. കില്ലിംഗ് അവർ ഓൺ സോൾജിയേഴ്സ് ബൈ മിസ്റ്റേക്ക്. ഇതിനെ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് പറയുന്നതാണ് ഫ്രണ്ട്ലി ഫയർ. സോ കില്ലിംഗ് അവർ ഓൺ സോൾജിയേഴ്സ് ബൈ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഫ്രണ്ട്ലി ഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല. ഇന്നസെൻറ്റ് പീപ്പിൾ കിൽഡ് ഇൻ വാർ. യുദ്ധത്തിൽ വളരെ നിഷ്കളങ്കരായിട്ടുള്ള, യുദ്ധവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷേ കൊലാറ്ററൽ ഡാമേജ്, ഇന്നസെൻറ്റ് പീപ്പിൾ കിൽഡ് ഇൻ വാർ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ് കൊലാറ്ററൽ ഡാമേജ്. സോ കൊലാറ്ററൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. സോ വളരെ ഹാർഷായിട്ടുള്ള കാര്യങ്ങളെ ലൈറ്റായിട്ട് അവതരിപ്പിക്കുന്നു ചില വേർഡ്സ് ഉപയോഗിച്ച്. അതിനാണ് ഡബിൾ സ്പീക്ക് എന്ന് പറയുന്നത്. യൂഫെമിസവും ഏകദേശം ഈ ഒരു മീനിങ് തന്നെയാണ് വരുന്നതാണ്. പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു. ഹാർഷ് വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നു. അതിനാണ് യൂഫെമിസം എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നതിന് പകരം പാസ്ഡ് അവേ എന്ന് പറയുന്നത്. സോ ഈ ഒരു നോവലിൽ ജോർജ് ഓർവെൽ എന്താണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? ഹൗ ലാംഗ്വേജ് ക്യാൻ ബി യൂസ് ടു ഹൈഡ് ട്രൂത്ത് ഇൻ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സത്യങ്ങളെ ചില വേർഡ്സ് ഉപയോഗിച്ച് ഹൈഡ് ചെയ്യുന്നത്, അതിൽ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ ആൾക്കാരിൽ നിന്നും സത്യം മറച്ചു വയ്ക്കുന്നത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അതാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഈവിൾ ആക്ഷൻസിനെയാണ് ലാംഗ്വേജ് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ കൺഫ്യൂസ് ചെയ്യിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ ഇൻ്റർവ്യൂവർ ശശി തരൂരിനോട് ചോദിക്കുകയാണ്, ഇംഗ്ലീഷിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസ് ആൾക്കാർക്ക് നൽകാനുണ്ടോ എന്നാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. സോ അതിനുള്ള ആൻസർ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തീരുന്നത്. അപ്പം ഇംഗ്ലീഷിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, എന്താണ് അഡ്വൈസ് നൽകാനുള്ളതെന്ന് ചോദിച്ച ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യന് ശശി തരൂർ ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ഇംഗ്ലീഷിന് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ റിലാക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്, നമ്മളതിനെ പേടിക്കേണ്ട. അതുപോലെ ഡിക്ഷണറിയിലുള്ള വേർഡ്സ് ചുമ്മാ മെമ്മറൈസ് ചെയ്യുന്നതിലല്ല ഇംഗ്ലീഷ് ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ബുക്ക് വായിക്കുക. ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നിരിക്കിൽ നമ്മൾ ഒത്തിരി ബുക്സ് വായിക്കുക. അതുവഴി നമുക്ക് ഒരുപാട് അറിവ് നേടാനായിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും ഒക്കെ സാധിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.